ഈ പ്രാവശ്യം പണപ്പെട്ടിയിലെ ഏകദേശം എത്ര രൂപയും കൊണ്ടായിരിക്കും ആരെങ്കിലും വരിക എന്നുള്ളൊരു ഐഡിയ? വലിയൊരു എമൗണ്ട് വെക്കാൻ സാധ്യത ഇല്ല. ഇല്ല. എനിക്ക് തോന്നുന്നില്ല. വലിയൊരു എമൗണ്ട് വെക്കാൻ ഒട്ടും സാധ്യത തോന്നുന്നില്ല. അതെന്താ അങ്ങനെ തോന്നണേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ സീസണിൽ നല്ല പൈസ സെറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ലാലേട്ടൻ്റെ എക്സ്പെൻസ് പിന്നെ ഇപ്രാവശ്യം നോക്കിയാൽ മതി, സ്പോൺസർ ടാസ്ക് വളരെ കുറവാണ്. ഞങ്ങളെ സീസണിലെ പോലെയൊന്നും അല്ല. ഞങ്ങൾക്ക് എന്നും സ്പോൺസർ ടാസ്ക് ആയിരുന്നു. ഇപ്രാവശ്യം അത് വളരെ കുറവാണ്, സ്പോൺസേഴ്സ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പണപ്പെട്ടിയിലൊക്കെ ഒരു 5-6 ലക്ഷം രൂപ വെച്ചാലേ ഉള്ളൂ മാക്സിമം മാക്സിമം. 5-6 കാണുന്നുള്ളൂ ആ അല്ലേ? 10 വരെയൊക്കെ പോവാന്ന് പറയും, എത്ര? 10 വരെയൊക്കെ 10 പോകുമെന്ന് വരെ. പറയും. ആ, പക്ഷെ 5-6-7ന്റെ ഉള്ളിലൊക്കെ തന്നെ കാണും. കാണുള്ളൂ. അല്ലെങ്കിൽ അപ്പം 10 അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അപ്പൊ ഇപ്പൊ അവിടെ നിൽക്കുന്നവര് സായി കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ആണ് അവര് കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അവിടുന്ന് 5 പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 കൊണ്ട് അവർ പോരാൻ മിടുക്കരാണെങ്കിൽ അവർ അതും കൊണ്ട് പോരും. അതല്ലെങ്കിൽ അവർ പിന്നെയും വെയിറ്റ് ചെയ്തോ ഇപ്പൊ വരും 10 അല്ല 15 അതെന്താ നാളെ അത് വരും. നമുക്കറിയാം. ഇപ്പൊ ഞാൻ അതിനകത്ത് ഇരുന്നപ്പോ ഇന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നന്ദന നിന്താ മാക്സിമം എമൗണ്ട് പെട്ടിയിൽ വരുന്നവരെ നമുക്ക് നിന്ന് നന്ദനയ്ക്ക് കൊടുക്കാം. ഉം. ഇതായിരുന്നു ഞാനത് കുറെ പേരോട് പറഞ്ഞ് കൺവിൻസ് ആക്കി വെച്ചതാ. നന്ദന പോയതിനു ശേഷം പിന്നെ ഞാൻ കാണുന്നത് എന്താ അറിയോ, ഒരു സൈഡില് അബി ഭയങ്കരമായിട്ട് ഋഷീനെ പറഞ്ഞ് സ്ക്രൂ കയറ്റുന്നുണ്ട്. നിനക്ക് പ്രശ്നങ്ങളില്ലേ, വീട്ടിൽ പ്രശ്നങ്ങളില്ലേ, 10 ലക്ഷമോ 7 ലക്ഷമോ വന്നാൽ എടുത്തോ. ഒരു സൈഡിൽ അർജുനും ബാക്കി ടീമും EMI അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ വേറെ നോക്കുന്നുണ്ട്.